ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ബുള്ളറ്റ് ഫിസിക്സ്. എൻ്റെ പേര് സൽമാനുൽ ഫാരിസ് കെ. നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ്, അതിന്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അതിന്റെ പാർട്ട് 4 ക്ലാസിഫിക്കേഷൻ ഓഫ് വേവ്സ്. വേവ്സ് എത്ര ടൈപ്പ് ഉണ്ട്, എന്തിന്റെ ബേസിലാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നേരം കളയാതെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ബുള്ളറ്റ് പോയിന്റ് എന്താ? വേവ്സ് 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, എന്തിന്റെ ബേസിലാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? മീഡിയം വേണോ വേണ്ടേ എന്നതിന്റെ ബേസിൽ. മനുഷ്യന്മാര് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട് അല്ലെ? ജനിക്കുമ്പോ അതെന്തിന്റെ ബേസിൽ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ക്രോമസോമിന്റെ ബേസിലാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ വേവ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് വേവ് ഉണ്ട്. എന്തിന്റെ ബേസിലാ? മീഡിയം ആവശ്യമുള്ള ആൾക്കാര് ഒരു ടൈപ്പ് വേവ്, മീഡിയം ആവശ്യം ഇല്ലാത്ത ആൾക്കാര് രണ്ടാമത്തെ ടൈപ്പ് വേവ്. ഓക്കെ, വേവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ് ബേസ്ഡ് ഓൺ ദി റിക്വയർമെന്റ് ഓഫ് മീഡിയം. നോക്കില്ലേ, എന്താ സാറേ മീഡിയം? മുമ്പത്തെ പാർട്ട് പോയി കണ്ടിട്ട് വരട്ടോ. വേവ്സ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ്. അതിൽ മീഡിയം ആവശ്യം ഇല്ലാത്ത ആൾക്കാർ ഓരോ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇനി അതില് മീഡിയം ആവശ്യം ഉള്ള ആൾക്കാർ അവർ വിളിക്കുന്ന പേരാണെന്ത്? മെക്കാനിക്കൽ വേവ്സ്. ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കാം. അതിന്റെ കുറച്ച് എക്സാമ്പിൾ പഠിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ, ഈ പാർട്ടിലുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് വെച്ചാൽ മീഡിയം ആവശ്യം ഇല്ലാത്ത ആൾക്കാർ, അവരെ പറ്റി നോക്കില്ലേ. എവിടെ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് വെച്ചാൽ ദീസ് ആർ ദി വേവ്സ് വിച്ച് ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ഓൾക്ക് ട്രാവൽ ചെയ്യാൻ, സഞ്ചരിക്കാൻ, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആരാവശ്യം ഇല്ല? മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. ഇനി മീഡിയം ഉണ്ട് എന്ന് വെച്ചിട്ട് പ്രശ്നമുണ്ടോ? അതില്ല. മീഡിയം എന്താ? ഒരു റിക്വയർമെന്റ് അല്ല. ഓക്കെ, അങ്ങനത്തെ വേവ്സ് ആണ് ആര്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിൽ എന്തുണ്ട്? വാക്വം എന്ന് വെച്ചാൽ അവിടെ ഒരു പാർട്ടിക്കിളും ഇല്ല, ഒരു ഫ്രീ സ്പേസ്, ഒരു പാർട്ടിക്കിളും ഇല്ല എന്ന് വെച്ചാൽ അവിടെ മീഡിയം തന്നെ അല്ല കേട്ടോ. മീഡിയം ഇല്ലാത്തൊരു സംഭവം. ഓക്കെ അല്ലേ? ഞാനൊരു ടോർച്ച് എടുത്തു, നിങ്ങളെ എക്സാം പേപ്പർ പോലെ അവിടെ ഒന്നുമില്ല. ഓക്കെ, ഞാനൊരു ടോർച്ച് എടുത്തു, അതിന്റെ സ്വിച്ച് ഞാൻ ഓൺ ആക്കാണ്. ഓൺ ചെയ്യട്ടെ? ചെയ്തു. അപ്പൊ ആര് വരും? ലൈറ്റ് വരും. എന്താ സാറേ ചാടി വരുന്നത്? അതാണെന്ത്? ലൈറ്റ്. ലൈറ്റിന്റെ വേവ് ഫോം അങ്ങനെയാണ് കേട്ടോ. എങ്ങനെ സാറേ ആ ഷേപ്പ് വന്നത്? അത് ഞാൻ ഈ പാട്ട് തന്നെ പറയും. വെയിറ്റ്. അപ്പൊ ലൈറ്റ് ചാടി വരുന്നതാണ്. വാക്വത്തിലെത്തി. കടന്നു പോവോ? പോവും. എന്തുകൊണ്ടാ? ലൈറ്റിന് പ്രൊപ്പഗേറ്റ് ചെയ്യാന്, ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ ആരാവശ്യം ഇല്ല? മീഡിയത്തിന്റെ ആവശ്യമില്ല. മീഡിയം ഇല്ലെങ്കിലും ഒരു പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവും. ഇനി മീഡിയം ഉണ്ടെങ്കിലോ? അപ്പോഴും ലൈറ്റിന് പ്രശ്നമില്ല. ലൈറ്റ് എന്താ? ഞാൻ ടോർച്ച് എടുത്തു, സ്വിച്ച് ഓൺ ആക്കി, ലൈറ്റ് വരും. ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് ആയിക്കൂടെ കടന്നു പോകും, ട്രാവൽ ചെയ്യും. ഓക്കെ അല്ലേ? ദീസ് ആർ ദി വേവ്സ് വിച്ച് ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ട്രാവൽ ചെയ്യാന് മീഡിയത്തിന്റെ ആവശ്യം ഇല്ലാത്ത ആൾക്കാരാണ് ആര്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ. എടാ, സണ്ണിന്ന് ഭൂമിക്ക് ആര് വരുന്നുണ്ട്? ലൈറ്റ് വരുന്നില്ലേ? ഒന്നാമത്തെ എക്സാമ്പിൾ എന്താ? ലൈറ്റ് വേവ്സ്. സണ്ണിന് ഭൂമിന്റെ അടിയിൽ എന്തേലും ഉണ്ടോ? സാറേ 2 പ്ലാനറ്റ്സും പിന്നെ കുറച്ച് സാറ്റലൈറ്റ്സും മീറ്ററൈറ്റ്സ് ഒക്കെ ഇല്ലേ? അതല്ല കേട്ടോ. മീഡിയം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അവിടെ സ്പേസ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒന്നുമില്ല. ബട്ട് സണ്ണിന്ന് ഭൂമിക്ക് ലൈറ്റ് വരുന്നില്ലേ? എന്തുകൊണ്ടാ? ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല ട്രാവൽ ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പൊ സണ്ണിന്ന് ഭൂമിക്ക് ആര് വരുന്നുണ്ട്? ലൈറ്റ് വേവ്സ്. ലൈറ്റ് വേവ്സ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. പിന്നെ അതൊക്കെ എക്സാമ്പിള്. രണ്ടാമത്തെ എക്സാമ്പിൾ റേഡിയോ വേവ്സ്. എടാ, ഡിസ്റ്റന്റ് ഗാലക്സിന്നൊക്കെ ഭൂമിക്ക് ആര് വരുന്നുണ്ട്? റേഡിയോ വേവ്സ് വരുന്നുണ്ട്. അത് ഡിറ്റക്ട് ചെയ്യാനുള്ള സംഭവമാണ് കേട്ടോ. ആന്റിന, റേഡിയോ ടെലിസ്കോപ്പ്. ഓക്കെ അല്ലേ? എടാ, ഡിസ്റ്റന്റ് ഗാലക്സിന്റെയും ഭൂമിന്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വാക്വം ആണ്, സ്പേസ് ആണല്ലേ. ബട്ട് ആര് വരുന്നുണ്ട്? റേഡിയോ വേവ്സ് വരുന്നുണ്ട്. റേഡിയോ വേവ്സ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. പിന്നെ ആര്? എക്സ്റേ. എക്സ്റേക്ക് ട്രാവൽ ചെയ്യാൻ മീഡിയം വേണോ? വേണ്ട. എക്സ്റേ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. പിന്നെ യുവി റേ അല്ലേ? യുവി റേക്ക് ട്രാവൽ ചെയ്യാൻ മീഡിയത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. യുവി റേസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. കാര്യം കുറെ ഉണ്ട്. മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, ഗാമ റേസ്, അതൊക്കെ എന്താ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ദീസ് ആർ ദി വേവ്സ് വിച്ച് ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. എക്സാമ്പിൾ പഠിക്കുക. ലൈറ്റ് റേസ്, റേഡിയോ വേവ്സ്, എക്സ് റേസ്, യു വി റേസ്, ഇൻഫ്രാറെഡ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. ഓക്കെ അല്ലേ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്ലിയർ ആയോ? എന്ന് നമുക്ക് രണ്ടാമത്തെ നോക്കില്ലേ. ഏത്? മെക്കാനിക്കൽ വേവ്സ്. മീഡിയം ആവശ്യം ഉള്ള ആൾക്കാർ നോക്കാം. These are the waves which require a medium for propagation. ഇവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ, ട്രാവൽ ചെയ്യണമെങ്കിൽ, പരന്ന് പോകണമെങ്കിൽ ആര് വേണം? ഒരു മീഡിയം വേണം. മീഡിയം ഇല്ലെങ്കിൽ ഈ വേവ്സ് അവിടെ തീരും.
ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ നേരെ ഓപ്പോസിറ്റ്. അവർ മീഡിയം ഇല്ലെങ്കിലും ട്രാവൽ ചെയ്ത് പോകും, എന്നാൽ ഇവർ മീഡിയം ഇല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ആവും. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. നേരത്തെ പോലെ എന്റെ കയ്യിൽ 3 മീഡിയം ഉണ്ട്, എയർ, വാട്ടർ, ഗ്ലാസ്. എന്റെ കയ്യിൽ ഗ്യാസ്, ലിക്വിഡ്, സോളിഡ് ആയിട്ടുള്ള 3 മീഡിയം ഉണ്ട്. ഞാൻ വേവിനെ കൊണ്ടുവരാണ്. എന്താ സാറേ നേരത്തെ ഒരു ടോർച്ച് ആയിരുന്നല്ലോ, ഇവിടെ എന്താ ഒരു സ്പീക്കർ അല്ലേ, മെഗാഫോൺ, വാട്ടവർ, അത് യൂസ് ചെയ്തത്. ലൈറ്റ് മീഡിയം ആവശ്യമില്ലാത്ത ടീമാണ്, അപ്പൊ അവിടെ അത് യൂസ് ചെയ്യണം. ഇവിടെ മീഡിയം ആവശ്യമുള്ള ടീമിനെ പറ്റിയാണ് പറയുന്നത്, അപ്പൊ അവിടെ സ്പീക്കർ, സൗണ്ട് വേവ് യൂസ് ചെയ്യണം ടാ. പോട്ടെ, എന്തായാലും വേവ് വരും. ഓക്കെ, ഇവിടെ ചെറിയ വ്യത്യാസം കൂടി ഉണ്ട്. ഇവിടെ വേവ് കട്ടകട്ടായിട്ടാണ് വരുന്നത്. എന്താ സാറേ നേരത്തെ ചാടി ചാടി പോണത്, ഇവിടെ ഒരു കട്ട. അത് ഈ ചാപ്റ്റർ, അത് ഈ പാട്ട് കംപ്ലീറ്റ് കാണുമ്പോൾ മനസ്സിലാവും. പോട്ടെ, വേവ് വരികയാണ്. ഓക്കെ, എയർ കൂടെ പാസ് ചെയ്യും, മീഡിയം ഉണ്ടല്ലോ പാസ് ചെയ്യും. വാട്ടർ കൂടെ പാസ് ചെയ്യും, മീഡിയം ഉണ്ടല്ലോ പാസ് ചെയ്യും. ഗ്ലാസ് കൂടെ പാസ് ചെയ്യും, എന്തുകൊണ്ടാ മീഡിയം ഉണ്ടല്ലോ, അപ്പൊ അതിൽ കൂടി പാസ് ചെയ്യും. ഈ വേവ്സ് ട്രാവൽ ചെയ്യും എപ്പോ മീഡിയം ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്യും, മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യും. ഓക്കെ അല്ലേ? ഇനി മീഡിയം ഇല്ലെങ്കിലോ, അത് ഞാൻ പറഞ്ഞുതരാ. എന്റെ കയ്യില് 2 മീഡിയം ഉണ്ട്, ഒരു മീഡിയം ഇല്ലാത്തൊരവസ്ഥയുണ്ട്, എന്ന് വെച്ചാൽ വാക്വം. സെറ്റല്ലേ? ഞാന് സ്പീക്കർ വെച്ചു, വേവ് വരികയാണ്, ഓയിൽ കൂടെ പാസ് ചെയ്യും, മീഡിയം ആണല്ലോ. ഐസ് കൂടെ പാസ് ചെയ്യും, മീഡിയം ആണല്ലോ. എന്ന വാക്വം ആണെങ്കിലോ അവിടെ നിൽക്കും, സ്റ്റോപ്പ് ആവും. എന്തുകൊണ്ടാ? വാക്വം എന്ന് വെച്ചാൽ മീഡിയം ഇല്ലാത്തൊരവസ്ഥയാണ്. ഓക്കെ, മീഡിയം ഇല്ല അവിടെ, അത് കൂടെ പാസ് ഈ വേവ്. മെക്കാനിക്കൽ വേവ്സ് റിക്വയർ എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. അതുകൊണ്ട് വാക്വത്തിലൂടെ പാസ് ചെയ്യൂല, അവിടെ സ്റ്റോപ്പ് ആവും. സെറ്റല്ലേ? ഇനി എന്തൊക്കെയാ സാറേ ഇതിന് എക്സാമ്പിള്? ഒന്നാമത്തെ എക്സാമ്പിൾ സൗണ്ട് വേവ്സ്. എന്താ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്നെ സൗണ്ട് വേവ്സ്. അതെന്തിന് എക്സാമ്പിളാ? മെക്കാനിക്കൽ വേവ്സിന് എക്സാമ്പിൾ ആണ്. മീഡിയം ഉണ്ടെങ്കിലേ സൗണ്ട് ട്രാവൽ ചെയ്യുള്ളൂ. എടാ സണ്ണിന്ന് ലൈറ്റ് വരുന്നുണ്ടല്ലേ, അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. സണ്ണിൽ ഭയങ്കര പൊട്ടിത്തെറികളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. സണ്ണിന്റെ ഭൂമിന്റെ അടിയിൽ എന്തില്ല? മീഡിയം ഇല്ല, അതുകൊണ്ടാണ് കേൾക്കാത്തത്. ഇനി എയർ ഉണ്ടെങ്കിലോ എപ്പോഴും നമ്മൾ പൊട്ടിത്തെറികൾ കേട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, സൗണ്ട് വേവ്സ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് മെക്കാനിക്കൽ വേവ്സ്. അടുത്തത് ഭൂമിക്കുലുക്കത്തിന്റെ വേവ്. എന്താ? സീസ്മിക് വേവ്. ആ ഭൂമി ഉണ്ടെങ്കിലേ കുലുങ്ങുള്ളൂ, എർത്ത് ഉണ്ടെങ്കിലേ കേൾക്കുണ്ടാവുള്ളൂ അല്ലേ? എർത്ത് വേണം, മീഡിയം വേണം. ആർക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ? ഭൂമിക്കുലുക്കത്തിന്റെ വേവിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എർത്ത് വേണം. സെറ്റല്ലേ? സിസ്മിക് വേവ്സ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് മെക്കാനിക്കൽ വേവ്സ്. എന്നാ അടുത്തത് ആരാ? വാട്ടർ റിപ്പിൾസ്. എടാ വെള്ളം ഓളം വിട്ട, വാട്ടർ ഓളം വിട്ട. എന്താ? വെള്ളം ഉണ്ടെങ്കിലേ ഓളം വിട്ടുള്ളൂ, റിപ്പിൾസ് ഉണ്ടാവുള്ളൂ. വെള്ളം ഇല്ലെങ്കിൽ പറ്റുമോ? ഇല്ല, മീഡിയം വേണം. എന്തിന് ട്രാവൽ ചെയ്യണമെങ്കിൽ? വാട്ടർ വേണം. റിപ്പിൾസിന് ട്രാവൽ ചെയ്യണമെങ്കിൽ മീഡിയം വേണം. മെക്കാനിക്കൽ വേവ്സിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഇത് മൂന്നാണ് എന്ത്? മെക്കാനിക്കൽ വേവ്സിന്റെ എക്സാമ്പിൾ. അപ്പോ വേവ്സ് 2 ടൈപ്പ് ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, മെക്കാനിക്കൽ വേവ്സ്. അത് അവിടെ തീർന്നു കേട്ടോ. നമ്മള് ഈ വീഡിയോന്റെ ഫസ്റ്റ് പാർട്ട് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഒന്നും കൂടി മുന്നോട്ട് പോവാണ്. മെക്കാനിക്കൽ വേവ്സ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, വേവ്സ് 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാണ് മെക്കാനിക്കൽ വേവ്സ്. ഇനി അതെത്ര ടൈപ്പ് ഉണ്ട്? അതും 2 ടൈപ്പ് ഉണ്ട്. എന്തിന്റെ ബേസിൽ അത് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഇതിന് മീഡിയം വേണമല്ലോ, മീഡിയത്തിൽ ആരുണ്ടല്ലോ, പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതെങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു എന്നതിന്റെ ബേസിൽ ഈ വേവ്സ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ്. ഏതൊക്കെ സാർ അത്? ഞാൻ പറഞ്ഞുതരാം. മെക്കാനിക്കൽ വേവ്സ് ഒന്നാമത്തെ ടൈപ്പ് ട്രാൻസ്വേഴ്സ് വേവ്. അതിലെ പാർട്ടിക്കിൾസ് ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അതിന്റെ പാർട്ടിക്കിൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക? അങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുക. എന്താ സാറേ അങ്ങനെയൊക്കെ പറഞ്ഞാല്? ഞാൻ പറയും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നോക്കല്ലേ? ഞാൻ ഒന്നുകൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാണ്. വേവ്സ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ്. ഏതൊക്കെ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ആരാത്? മീഡിയം ആവശ്യമില്ലാത്ത ടീം. ഇനി മീഡിയം ആവശ്യമുള്ള ടീം അതാരാ? മെക്കാനിക്കൽ വേവ്സ്. ഇനി മെക്കാനിക്കൽ വേവ്സ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ്. ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അത് എന്തിന്റെ ബേസിൽ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? പാർട്ടിക്കിൾ വൈബ്രേഷന്റെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട്. ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യത്തത് ട്രാൻസ്വേഴ്സ് വേവ്. എന്താണ് അത്? ട്രാൻസ്വേഴ്സ് വേവ്. ഇൻ ട്രാൻസ്വേഴ്സ് വേവ്സ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു വേവ് പ്രൊപ്പഗേഷൻ. വേവ് എങ്ങോട്ടാണോ പോണത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക. മനസ്സിലായില്ലല്ലോ? ഞാൻ കാണിച്ചു തരാം. ഞാനൊരു കയറെടുത്തു, ഒരു സ്ട്രിങ് എടുത്തു, ഒരു റോപ്പ് എടുത്തു. ഓക്കെ, അത് ഞാൻ കാണിക്കൂല. ഞാൻ അതിലെ പാർട്ടിക്കിൾസ് മാത്രമേ കാണിക്കണുള്ളൂ. ആ കയറിലെ അല്ലെങ്കിൽ ആ റോപ്പിലെ സ്ട്രിങ്ങിലെ പാർട്ടിക്കിൾസ് മാത്രമേ കാണിക്കണുള്ളൂ കേട്ടോ. ഓക്കെ, ആ പാർട്ടിക്കിൾസ് അനങ്ങാതെക്കണ പ്ലേസ്, അതിന് വിളിക്കണ പേരെന്താ? ഇക്വിലിബ്രിയം പൊസിഷൻ. പാർട്ട് 1 കണ്ടിട്ട് വരിക. ഓക്കെ, ഇനി ആദ്യത്തെ നീല പാർട്ടിക്കിൾ. ഏത് പാർട്ടിക്കിൾ? കുറെ നീല ഉണ്ടല്ലോ. ആദ്യത്തെ പാർട്ടിക്കിൾ അതിനെ നോക്കട്ടോ. ഓക്കെ, ഞാൻ ഓനെ ഒന്ന് തട്ടാൻ പോവാണ്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓനെ മൂവ് ചെയ്യും, പിന്നെ അടുത്തോനെയും വലിച്ചോണ്ടുപോകും. അടുത്തോനെ അങ്ങനെയാണ് വേവ് ട്രാവൽ ചെയ്യുക. പഠിച്ചതാണ് മുമ്പത്തെ പാട്ടില്. ഞാൻ തട്ടി ഓനെ ട്രാവൽ ചെയ്യാണ്.
ഓക്കെ, വേവ് ആണാ പോണത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? വേവ് ആണാ പോണത്. പോണത് കാണുന്നില്ലേ? ഇവിടെ നിന്നാണ് ഈ വേവിന് ഏത് ഷേപ്പ് കിട്ടിയത്? ചാടി ചാടി പോണ ഷേപ്പ്. ലൈറ്റ് ഇതല്ലേ? ലൈറ്റ് എന്താ? ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അതുകൊണ്ടാണ് ലൈറ്റ് ചാടി ചാടി പോണത്. ഓക്കെ ഓക്കെ, ഇതെന്താ? ട്രാൻസ്വേഴ്സ് വേവിന്റെ ഷേപ്പ് ആണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഈ ഷേപ്പ് കിട്ടണത്. അത് പോട്ടെ. ഇനി നോക്കട്ടാ, ആ നീല പാർട്ടിക്കിൾസ് ഒക്കെ നോക്കാം. ബ്ലൂ പാർട്ടിക്കിൾസ് ഞാൻ അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. അവിടെ നിന്നോടത്ത് നിന്നിട്ടാണ് എന്താവണത്? വൈബ്രേറ്റ് ചെയ്യണത്. അല്ലേ? നിന്നോടത്ത് നിന്നിട്ടാണ് വൈബ്രേറ്റ് ചെയ്യണത്. അതിന്റെ ഹൈലൈറ്റ് ചെയ്തതിന്റെ പുറത്തേക്ക് പോകണ്ടോ? ഇല്ല. വേവ് എങ്ങട്ടാ പോണത്? ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടാണ് പോണത്. എന്ന് വെച്ചാ പാർട്ടിക്കിൾ വൈബ്രേഷൻ ഇങ്ങനെയാണ് അല്ലേ? വേവ് എങ്ങോട്ടാ പോണത്? ഇങ്ങോട്ട്. ഓക്കെ, വേവ് പ്രൊപ്പഗേഷൻ ഇങ്ങോട്ടാണ്. അവർ തമ്മിലുള്ള ആംഗിൾ എത്ര? അത് ഏത് LKG കുട്ടികൾക്കും കണ്ടാൽ മനസ്സിലാവും. എത്രയാണ്? 90 ഡിഗ്രി അല്ലേ? ഓലെന്താ? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ഈ ടൈപ്പ് വേവിനെ വിളിക്കുന്ന പേരാണെന്ത്? ട്രാൻസ്വേഴ്സ് വേവ്. ഇൻ ട്രാൻസ്വേഴ്സ് വേവ്സ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു വേവ് പ്രൊപ്പഗേഷൻ. പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും വേവ് പോണ ഡയറക്ഷനും എന്താ? 90 ഡിഗ്രിയാണ് ആംഗിൾ, അവർ തമ്മിലുള്ള ആംഗിൾ. ഈ ടൈപ്പ് വേവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്വേഴ്സ് വേവ്. ഇതിന്റെ കുറച്ച് പോയിന്റ് നമുക്ക് നോക്കാം. ദേ പ്രൊപ്പഗേറ്റ് ആസ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ഒരു ക്രസ്റ്റ് ആയിട്ടും ട്രഫും ആയിട്ടാണ് എന്ത്? ട്രാവൽ ചെയ്യുക. എന്താ സാറേ എങ്ങനെ പറഞ്ഞാല്? ഞാൻ പറഞ്ഞുതരാം. എടാ നമ്മളെ വേവ് വരട്ടെ. വേവ് വരാണ് കേട്ടോ. എവിടെ? വേവ് വരുന്നുണ്ട്. ഇതാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഇതിന്റെ ഷേപ്പ് എങ്ങനെ കിട്ടിയത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതിൽ പാർട്ടിക്കിൾസ് അനങ്ങാതെ നിൽക്കുന്ന പ്ലേസ്, സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന പ്ലേസ് അതേതാ? ഈ നടുവിലുള്ള പ്ലേസ് അല്ലേ? അതാണ് എന്ത്? പാർട്ടിക്കിൾസ് അനങ്ങാതെ നിൽക്കുന്ന ആ പ്ലേസ്. ഇക്വിലിബ്രിയം പൊസിഷൻ പാർട്ട് 1. ഇതിലെ പാർട്ടിക്കിൾസ് ഇനി മേലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യും. അതല്ലേ നമ്മൾ കണ്ടത്? ഓക്കെ, ഇനി മേലോട്ട് വൈബ്രേറ്റ് ചെയ്യാണ്. എവിടെന്ന്? ഇക്വിലിബ്രിയം പൊസിഷന് മേലോട്ട് വൈബ്രേറ്റ് ചെയ്യാണ്. അങ്ങനെ പോയി അങ്ങോട്ട് പോവോ? ഇല്ല, ഒരു മാക്സിമം പോയിന്റ് വരെ പോവുള്ളൂ. ആ പോയിന്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ പോയിന്റ്. ഓക്കെ, ഹയസ്റ്റ് പോയിന്റ് അബവ് ഇക്വിലിബ്രിയം. അതിന്റെ പേരാണ് എന്ത്? ക്രസ്റ്റ്. ഹയസ്റ്റ് പോയിന്റ് അബവ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ള ഹയസ്റ്റ് പോയിന്റ്, അതിന്റെ പേരാണ് എന്ത്? ക്രസ്റ്റ്. ഇനി ആ പാർട്ടിക്കിൾ താഴോട്ട് വരൂലേ? വരും. ഇനി താഴോട്ട് വൈബ്രേറ്റ് ചെയ്യും. എവിടെ നിന്ന്? ഇക്വിലിബ്രിയത്തിൽ നിന്ന്. അങ്ങനെ ഡെപ്ത്ക്ക് വൈബ്രേറ്റ് ചെയ്തിട്ട് ഒരു മാക്സിമം ഡെപ്തിൽ എത്തുമ്പോൾ നിൽക്കും. അതിന്റെ അപ്പുറം പോവോ? ഇല്ല. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ആ ഒരു മാക്സിമം ഡെപ്തിന്റെ പേരാണ് എന്ത്? ട്രഫ്. ലോവസ്റ്റ് പോയിന്റ് ബിലോ ഇക്വിലിബ്രിയം. ഓക്കെ അല്ലേ? ഹയസ്റ്റ് പോയിന്റ് അബോവ് ഇക്വിലിബ്രിയം എന്താ? ക്രസ്റ്റ്. ലോവസ്റ്റ് പോയിന്റ് ബിലോ ഇക്വിലിബ്രിയം എന്താ? ട്രഫ്. ഇവരിങ്ങനെ ഒരു ക്രസ്റ്റ് ഒരു ട്രഫ്, ഒരു ക്രസ്റ്റ് ഒരു ട്രഫ്, ഒരു ക്രസ്റ്റ് ഒരു ട്രഫ്, അങ്ങനെയാണ് ഇവര് ട്രാവല് ചെയ്യുക. എങ്ങനെയാ സാറേ അത്? ഞാൻ കാണിച്ചു തരാം. നോക്കിക്കട്ടോ, നമ്മളെ പാർട്ടിക്കിള് വൈബ്രേറ്റ് ചെയ്യാൻ പോവാണ്. നോക്കിക്കട്ടോ, ട്രഫ് ക്രസ്റ്റ് ട്രഫ് ക്രസ്റ്റ്. നോക്കിക്കാം. ട്രഫ് ക്രസ്റ്റ് ഇങ്ങനെ മാറി ഇതിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് അല്ലേ? ദേ പ്രൊപ്പഗേറ്റ് ആസ് ഓൾട്ടർനേറ്റിംഗ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ്. ഓക്കെ അല്ലേ? ഇവർ ഇങ്ങനെയാണ് ട്രാവല് ചെയ്യുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. ദേ പ്രൊപ്പഗേറ്റ് ആസ് ഓൾട്ടർനേറ്റിംഗ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ഓക്കെ അല്ലേ? എന്നാ മൂന്നാമത്തെ പോയിന്റ്, ഇത് വലിയ ഇമ്പോർട്ടന്റ് ഒന്നല്ല, എന്നാലും ഓർത്തു വെക്കാം. നോ പ്രഷർ വേരിയേഷൻസ് ഒക്കർ ഇൻ ദി മീഡിയം. ഈ വേവ് ട്രാവൽ ചെയ്യുമ്പോൾ മീഡിയത്തിൽ എന്തുണ്ടാവുന്നില്ല? പ്രഷർ വേരിയേഷൻ നടക്കുന്നില്ല. എന്താ സാറേ പ്രഷർ? ഫോഴ്സ് ബൈ ഏരിയ. അത് ഇവിടെ ഉണ്ടോ? അതില്ല കേട്ടോ. ഇത് അതാണ് സംഭവം. ബട്ട് അതിന്റെ ആവശ്യമില്ല. ഫോഴ്സ് ബൈ ഏരിയ ഇക്വേഷൻ അങ്ങനത്തെ സംഭവത്തിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു 50-60 കുട്ടികളെ കുത്തി നിറച്ചു. അവിടെ ഭയങ്കര അടിപിടിയായിരിക്കും അല്ലെ? ഭയങ്കര പ്രഷർ ആയിരിക്കും. കൂടിച്ചേർന്ന് നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഭയങ്കര പ്രഷർ ആയിരിക്കും. എന്നാൽ ഒരു ക്ലാസ്സിൽ 3-4 കുട്ടികളെ നിറച്ചുള്ളൂ. അവർക്ക് എന്താ? ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. അവിടെ വലിയ അടിപിടിയൊന്നുമില്ല. ലോവർ പ്രഷറാണ് അവിടെ. ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വെക്കട്ടോ. പാർട്ടിക്കിൾസ് അടുത്തടുത്ത് നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഹയർ പ്രഷർ. പാർട്ടിക്കിൾസ് അപ്പാർട്ട് കുറെ ദൂരത്ത് പോയി നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ലോവർ പ്രഷർ. ഈ വേവ് കടന്നു പോകുമ്പോ പാർട്ടിക്കിൾസ് കൂടിച്ചേരുണ്ടോ? ഇല്ല. അടുത്തടുത്ത് വരുന്നുണ്ടോ? ഏത് വേവ്? ട്രാൻസ്വേഴ്സ് വേവ് കടന്നു പോകുമ്പോ ട്രാവൽ ചെയ്യുമ്പോ മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോ പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വരുന്നുണ്ടോ? ഇല്ല. നെഹി. ഓക്കെ, ഇനി പാർട്ടിക്കിൾസ് അകന്നു പോകുന്നുണ്ടോ? അതുമില്ല, അതും നെഹി. ഓക്കെ, നോ പ്രഷർ വേരിയേഷൻസ് ഒക്കർ ഇൻ ദി മീഡിയം. ഒരു പ്രഷർ വേരിയേഷനും ഇല്ല. ഞാൻ കാണിച്ചുതരാം. എവിടെ? ട്രാൻസ്വേഴ്സ് വേവ് ആണ് കടന്നു പോണത്. പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വരുന്നുണ്ടോ? ഓലൊക്കെയുള്ള ഡിസ്റ്റൻസ് നോക്ക്, ഒക്കെ യൂണിഫോം അല്ലേ? ആണ്. ഓലെന്താ? പ്രഷർ വേരിയേഷൻ. നോ പ്രഷർ വേരിയേഷൻസ് ഒക്കർ ഇൻ ദി മീഡിയം.
ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ എക്സാമ്പിൾ ഏതൊക്കെ? വേവ്സ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. ഒരു കയറെടുക്കുക, റോപ്പ് എടുക്കുക, സ്ട്രിങ് എടുക്കുക, വലിച്ചു പിടിക്കുക, സ്ട്രെച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ടോ അങ്ങനെ ആക്കുമ്പോൾ എന്തുണ്ടാവും? വേവ് ഉണ്ടാവും. അത് എന്ത് വേവാ? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. എന്താ ട്രാൻസ്വേഴ്സ് വേവ്? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, വേവ്സ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ് എന്താ? ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. അടുത്തത് ഏതാ? സ്ലിങ്കി. എവിടെ? സ്ലിങ്കി എടുക്കുക, സ്ലിങ്കി വലിച്ചു പിടിക്കുക, എന്തുണ്ടാവും? ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവും. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സ്ലിങ്കി. അപ്പോ വെൻ ഡിസ്പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ലെങ്ത്, സ്ലിങ്കിന്റെ ലെങ്ത് ആണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്യുമ്പോഴാണ് എന്ത് വേവ് ഉണ്ടാവുക? ട്രാൻസ്വേഴ്സ് വേവ്. എന്തിനാ അങ്ങനെ പഠിക്കുന്നത്? വേവ്സ് ഓൺ എ സ്ലിങ്കി എന്ന് പറഞ്ഞാൽ പോരെ? പറ്റൂല. എന്തുകൊണ്ടാ? സ്ലിങ്കിമേ രണ്ട് വേവ് ഉണ്ടാവുന്നുണ്ട്. അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്ത എക്സാമ്പിൾ മീൻസ് അടുത്ത പാട്ട്. അപ്പോ ഈ രണ്ട് എക്സാമ്പിൾ പഠിക്കാം. വേവ്സ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ്, വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സ്ലിങ്കി എപ്പോ വെൻ ഡിസ്പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്. ഈ രണ്ട് എക്സാമ്പിളും എന്തിന്റെ എക്സാമ്പിളാ? ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ അതോടുകൂടി ഈ 4 പോയിന്റ് പഠിക്കുക. ഇതാണ് എന്ത്? ട്രാൻസ്വേഴ്സ് വേവ്. അതോടുകൂടി എന്ത് കഴിഞ്ഞു? ട്രാൻസ്വേഴ്സ് വേവ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഏതാ നോക്കാനുള്ളത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഓക്കെ ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവ് ഖത്തം. ഇനി അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. എന്താ? ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നേരത്തെ പെർപെൻഡിക്കുലർ അല്ലേ? എന്താ? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പെർപെൻഡിക്കുലറിന്റെ ഓപ്പോസിറ്റ് പാരലൽ ടു വേവ് പ്രൊപ്പഗേഷൻ. ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. ഞാൻ കാണിച്ചിട്ടെ നമ്മളെ പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം. ഓക്കെ, ആ ആദ്യത്തെ പാർട്ടിക്കിൾസിന് എനർജി കൊടുക്കണം കേട്ടോ. എനർജി ഇങ്ങനെ ട്രാവൽ ചെയ്യും. അതല്ലേ വേവ്. കൊടുക്കട്ടെ, കൊടുത്തു. ഇനി കണ്ണിങ്ങനെ ബ്ലറാക്കിയിട്ട് നോക്കട്ടോ. ഓക്കെ, അപ്പൊ എന്തോ ഒരു സാധനം ഇങ്ങോട്ട് വരുന്ന മാതിരി ഇങ്ങനെ തോന്നും. ഓക്കെ, കണ്ണ് ബ്ലറാക്കിയിട്ട് പിടിക്കണേ. എന്തോ ഒരു സാധനം ഇങ്ങോട്ട് വരുന്ന മാതിരി തോന്നും. അതാണ് എന്ത്? വേവ്. അപ്പൊ വേവ് പോണ വജ്ജാണത്. ഇവിടെ നിന്നാണ് ഈ വേവിന് എന്ത് ഷേപ്പ് കിട്ടുന്നത്? ഈ ഒരു ഷേപ്പ്. മനസ്സിലായല്ലോ? നേരത്തെ ചാടി ചാടി പോണ ഷേപ്പ് എങ്ങനെ കിട്ടിയ മനസ്സിലായി? ഇവിടെ നിന്നാണ് ഈ വേവിന് ഈ ഷേപ്പ് കിട്ടുന്നത്. പോട്ടെ, അത് ഇമ്പോർട്ടന്റ് അല്ല. പാർട്ടിക്കിൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യണത്? ഇങ്ങനെ അല്ലേ? അല്ലേ? പാർട്ടിക്കിൾസ് ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. വേവ് എങ്ങോട്ടാ പോണത്? ഓക്കെ, പാർട്ടിക്കിൾസ് ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. വേവ് എങ്ങോട്ടാ പോണത്? ഇങ്ങോട്ട് അല്ലേ? ഇങ്ങോട്ടാണ് വരുന്നത് വേവ്. വേവ് പ്രൊപ്പഗേഷൻ അങ്ങോട്ടാണ് അല്ലേ? ഇവർ തമ്മിലുള്ള ആംഗിൾ എത്ര? ഇവർ തമ്മിൽ ആംഗിൾ ഉണ്ടോ? ഉണ്ട്. എന്താ? 0 ആണ്. അതെന്ന് വെച്ചാൽ രണ്ടും എന്താ? ഓവർലാപ്പ്. പോട്ടെ, ആംഗിൾ എന്താ? 0 ആണ്. സെയിം ഡയറക്ഷൻ. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് ആണെങ്കിലോ 180 ഡിഗ്രി. അത് വേണ്ട കേട്ടോ. ഇവർ തമ്മിൽ ആംഗിൾ ഇല്ല. അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, പാരലൽ ആണ്. ദേ ആർ പാരലൽ ടു ഈച്ച് അതർ. ഇങ്ങനത്തെ വേവിനെ വിളിക്കണ പേരാണെന്ത്? എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പാരലൽ ടു വേവ് പ്രൊപ്പഗേഷൻ. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? എന്ന അടുത്ത പോയിന്റ് ഏതാ? അവിടെ ക്രസ്റ്റും ട്രഫുമായിരുന്നു. ഇവിടെ എന്താ? കംപ്രഷൻസ് ആൻഡ് റയർഫാക്ഷൻസ്. വളരെ വെയിറ്റ് ഉള്ള വേർഡ് അല്ലേ? ദേ പ്രൊപ്പഗേറ്റ് ആസ് ഓൾട്ടർനേറ്റിംഗ് കംപ്രഷൻസ് ആൻഡ് റയർഫാക്ഷൻസ്. എന്താ സാറേ അങ്ങനെ പറഞ്ഞാലേ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ, പറഞ്ഞുതരാം. ഓക്കെ, വേവ് വരട്ടെ. ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുക. അത് നമ്മൾ കണ്ടല്ലോ. ചെറിയ വരാം. ഞാൻ വെറുതെ കൊടുത്താട്ടോ. പോട്ടെ, ഇതാണ് എന്ത് വേവ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇത് പാർട്ടിക്കിൾസ് അല്ലേ? ഇവിടെ പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? ഇവര് വേവ് കടന്നു പോകുമ്പോ അടുത്ത് വരൂലേ? ഓക്കെ, അടുത്ത് വരൂലേ? അതിന്റെ പേരാണെന്ത്? അതിന്റെ പേരാണെന്ത്? അടുത്ത് വരുന്ന ആ ഒരു പാർട്ടിനെ വിളിക്കണ പേരാണെന്ത്? കംപ്രഷൻ. അടുത്ത് വരിക. എങ്ങനെ അത് ഇംഗ്ലീഷിൽ പറയാം, അല്ലെങ്കിൽ ഫിസിക്സിൽ പറയാം? നമ്മൾ പറയും എന്ത്? ഹൈ പ്രഷർ റീജിയൻ. എന്താ? റീജിയൻ ഓഫ് ഹയർ പ്രഷർ. നല്ല പ്രഷറുള്ള റീജിയൻ. അതിനെ വിളിക്കണ പേരാണെന്ത്? കംപ്രഷൻ. എന്നാൽ നിങ്ങൾക്ക് മറ്റേത് നിങ്ങൾക്ക് പറയാൻ പറ്റും? പാർട്ടിക്കിൾസ് അടുത്തടുത്ത് നിൽക്കുകയാണ്, ഇനി അകന്ന് പോകൂലേ വേവ് പോകുമ്പോ? അതിനെ വിളിക്കണ പേരാണെന്ത്? റയർഫാക്ഷൻ. സെറ്റല്ലേ? സെറ്റല്ലേ? എന്താ? ലോവർ പ്രഷർ റീജിയൻ. ഓക്കെ, റീജിയൻ ഓഫ് ലോവർ പ്രഷർ. ഇവര് ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുക. ഒരു കംപ്രഷൻ, ഒരു റയർഫാക്ഷൻ, ഒരു കംപ്രഷൻ, ഒരു റയർഫാക്ഷൻ, ഒരു കംപ്രഷൻ, ഒരു റയർഫാക്ഷൻ. അങ്ങനെയാണ് അവര് ട്രാവൽ ചെയ്യുക. എങ്ങനെയാ സാറേ അത്? ഞാൻ ഇവിടെ ഉണ്ടല്ലോ, കാണിച്ചു തരാം. ഓക്കെ, നോക്കാം. ഒരു കംപ്രഷൻ, ഒരു റയർഫാക്ഷൻ, ഒരു കംപ്രഷൻ, ഒരു റയർഫാക്ഷൻ, ഒരു കംപ്രഷൻ, ഒരു റയർഫാക്ഷൻ. ഇവര് ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുക. ഓക്കെ, ദേ പ്രൊപ്പഗേറ്റ് ആസ് ഓൾട്ടർനേറ്റിംഗ് കംപ്രഷൻസ് ആൻഡ് റയർഫാക്ഷൻ. സെറ്റ് അല്ലേ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? മൂന്നാമത്തെ പോയിന്റ് അത് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ പ്രഷർ വേരിയേഷൻ ഉണ്ട് ഇല്ലേ? പ്രഷർ വേരിയേഷൻസ് ഒക്കർ ഇൻ ദി മീഡിയം. മീഡിയത്തിൽ പ്രഷർ വേരിയേഷൻ ഉണ്ട്.
അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ? ഈ ഒരു സംഭവം ഉണ്ട്. ഓക്കെ ഓക്കെ. പ്രഷർ വേരിയേഷൻസ് ഒക്കേഴ്സ് ഇൻ ദി മീഡിയം. സെറ്റ് അല്ലേ? ഞാൻ കാണിച്ചു തരാൻ തോന്നുന്നു. ആ വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്യാം. പാർട്ടിക്കിൾസ് അകന്ന് നിൽക്കുന്നുണ്ട് അല്ലേ? ഇടങ്ങാറ് വിളിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെന്തോ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് വേവ് ട്രാവൽ ചെയ്യുക. പ്രഷർ വേരിയേഷൻസ് ഒക്കർ ഇൻ ദി മീഡിയം. ഇനി ഇതിന്റെ എക്സാമ്പിൾ ഏതൊക്കെ? 2 എക്സാമ്പിൾ ഉണ്ട്. നേരത്തെ 2 എക്സാമ്പിൾ, ഇപ്പോൾ 2 എക്സാമ്പിൾ. എന്താ നമ്മളെ മെയിൻ ചാപ്റ്ററിന്റെ പേര് തന്നെ? എന്താ? സൗണ്ട് വേവ്സ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. സൗണ്ട് എന്താ? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. സൗണ്ട് കംപ്രഷൻ റെഫ്ലക്ഷൻ അങ്ങനെയാണ് ട്രാവൽ ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെന്താ? സ്ലിംഗിങ്. നേരത്തെ പറഞ്ഞല്ലോ, സ്ലിംഗിങ് 2 വേവ് ഉണ്ട്. എന്ത് വേവ് ഉണ്ടാവും? ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവും. ഇപ്പൊ എന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഉണ്ടാവും. സ്ലിംഗ് ഇങ്ങനെ വലിച്ചു പിടിക്കുക, എന്നിട്ടോ പുഷ് ചെയ്യാ പുള്ളയ്യ. അപ്പോഴാണ് എന്തുണ്ടാവുക? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഉണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പോഴാണ് എന്ത് വേവ് ഉണ്ടാവുക? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഉണ്ടാവുക. സെറ്റ് അല്ലേ? വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സ്ലിംഗി ബൈ പുഷിംഗ് ഓർ പുള്ളിങ് ഇറ്റ്. ഇതാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. 4 പോയിന്റ് കാണാതെ പഠിക്കണം കേട്ടോ. മനസ്സിലാക്കി പഠിച്ചണ്ട, കാണാതെ പഠിച്ച. ഓക്കെ. അപ്പൊ അതോടുകൂടി എന്ത് കഴിഞ്ഞു? ക്ലാസിഫിക്കേഷൻ ഓഫ് വേവ്സ് അത് തീർന്നു. വേവ്സ് 2 ടൈപ്പ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമ്മൾ പഠിച്ചു. മെക്കാനിക്കൽ വേവ്സ് അത് നമ്മൾ പഠിച്ചു. ഇനി മെക്കാനിക്കൽ വേവ്സ് 2 എണ്ണം. ട്രാൻസ്വേഴ്സ് വേവ് അത് നമ്മൾ പഠിച്ചു. ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് അത് നമ്മൾ പഠിച്ചു. അതോടുകൂടി ക്ലാസിഫിക്കേഷൻ ഓഫ് വേവ്സ് എന്ന ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടോ. ദി എൻഡ്. ഖത്തം.